ഹലോ ഗൈസ്, അപ്പോൾ നമ്മളൊരു നൈറ്റ് റൊട്ടീനായിട്ടാണ് വന്നേക്കണമെന്നില്ല. നമ്മൾ രാത്രി കിടക്കുന്നതിന് മുന്നിലൊരു ഡൾനെസ് ഫേസ് ഒന്ന് മാറ്റി ഒന്ന് ക്ലിയർ ആക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ആദ്യം തന്നെ നമ്മളൊരു സൈൻ മൈസ എന്ന് പറയുന്ന വിറ്റാമിൻ സി ഫോമിങ് ഫേസ് വാഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ നമുക്ക് നേച്ചർ ഫേസ് വാഷിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു ഗൈസ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മളത് 4 സ്ഥലത്ത് ഇങ്ങനെ ഡോട്ട് പോലെ ഇങ്ങനെ ആക്കിയിട്ടാണ്. എന്നിട്ട് നമ്മൾ കുറച്ച് ഇങ്ങനെ വൃത്തി ഇങ്ങനെ നോക്കി എന്നിട്ട് നമ്മൾ പിന്നെ മസാജ് ചെയ്ത് തുടങ്ങി ഗൈസ്. അപ്പോൾ നമ്മൾ നല്ലോണം എല്ലായിടത്തും നന്നായി മസാജ് ചെയ്യണം, കാരണം നമ്മുടെ ഓയിലി സ്കിൻസൊക്കെ പോകണം ഗൈസ്. കണ്ടില്ലേ, നമ്മളുടെ ഇപ്പോൾ ഒരു ഓയിലി സ്കിന്നൊക്കെ പോയി ഒന്ന് ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്തൊന്നും ഇല്ല ഗൈസ്, നമ്മുടെ ഹിമാലയയുടെ ഫേസ് സ്ക്രബാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി നമ്മുടെ ഉള്ളിലെ ഡെഡ് സ്കിന്നൊക്കെ മാറ്റി കുറച്ചുകൂടി വൈറ്റനിങ് ആക്കാനാണ്, നമ്മൾ ഗ്ലോ കിട്ടാനും കുറച്ചുകൂടി വൈറ്റനിങ് ആക്കാനാണ് നമ്മളിത് വരയ്ക്കണം ഗൈസ്. അപ്പോൾ നമ്മൾ അടിപൊളിയാണ്. അപ്പോൾ നമ്മളത് നല്ലോണം എല്ലായിടത്തും ഇങ്ങനെ ഓരോരോ ഭാഗത്ത് ആദ്യം നമ്മളിങ്ങനെ കുത്തുകുത്താക്കി ഇങ്ങനെ ഓരോരുത്താക്കിയിട്ട് നമ്മൾ കയ്യിലെടുത്തിട്ടാണ് ആക്കുക. എന്നിട്ട് നമ്മൾ ആക്കി കഴിഞ്ഞിട്ട് നല്ലോണം മസാജ് ചെയ്യണം. നമ്മളുടെ നെറ്റിയിലും പിന്നെ കവിളിലും എല്ലായിടത്തും, കണ്ണിലൊഴിച്ച് ബാക്കി എല്ലായിടത്തും നമ്മൾ പറ്റണം. കാരണം നമ്മളുടെ മുഖം കുറച്ചുകൂടി വൈറ്റനിങ് ആക്കുക, നമ്മളുടെ ടാനൊക്കെ ഒന്ന് പോകാനാണ്. അങ്ങനെ നമ്മൾ കഴുകി കളയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ പെരട്ടി നമ്മൾ മുഖമൊക്കെ വാഷ് ചെയ്തു. നമ്മൾ ടവലുകൊണ്ടും അല്ലെങ്കിൽ ടിഷ്യൂ കൊണ്ട് എന്തുകൊണ്ടായാലും നമുക്ക് ഫേസ് ഒന്ന് തുടയ്ക്കാം. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് നമ്മൾ ഗുഡ് വൈബ്സിൻ്റെ പൗഡറും പിന്നെ ഒരു ബൗളും പിന്നെ ഒരു ഗ്ലാസ്സിൽ വെള്ളമാണ് വേണ്ടത് ഗൈസ്. അപ്പോൾ നമ്മൾ അത് ആദ്യം ഗുഡ് വൈബ്സിൻ്റെ പൗഡർ നമുക്ക് ആദ്യം 1 സ്പൂണൊക്കെ മതി, കാരണം ഞാനും അമ്മയും ചെയ്യേണ്ടത്. പക്ഷേ അമ്മ കുറച്ചായിട്ട് ചെയ്യണുള്ളൂ. അപ്പോൾ നമ്മൾ 2 പേർക്കായിട്ട് 1 ടീസ്പൂണേ നമ്മൾ കഷ്ടി എടുക്കണുള്ളൂ, കാരണം കൂടുതൽ എടുത്ത് കഴിഞ്ഞാൽ നീറാൻ സാധ്യതയുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ 1 ടീസ്പൂണൊക്കെ എടുത്ത് ഒഴിച്ചു. പിന്നെ നമ്മൾ പാകത്തിന് വെള്ളം, അതായത് നമ്മൾ കൂടാനും പാടില്ല, നമ്മൾ കുറയാനും പാടില്ല. കാരണം എനിക്ക് വേണ്ടത് ഒരു ക്രീം പോലെയാണ് ഞങ്ങൾ ചെയ്യാറ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം കൂട്ടാം, പക്ഷേ കൂടുതലും ക്രീമായിട്ട് നമ്മൾ നന്നായി ആക്കണം. ക്രീമായിട്ടാകുമ്പോൾ നമ്മൾ മുഖത്ത് കുറച്ചുകൂടി പിടിക്കും, നന്നായിട്ടിരിക്കും നമ്മൾ. അപ്പോൾ ഇപ്പോൾ ക്രീമായിട്ടാണ് നമ്മൾ പറ്റണത്. അപ്പോൾ നല്ലോണം അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഇങ്ങനെ മിക്സ് ചെയ്ത് ഗൈസ് നമ്മൾ മിക്സ് ആക്കിയത് ക്രീം പോലെയുണ്ട്. അപ്പോൾ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ബാക്കി വരുന്ന നമ്മൾ ടീസ്പൂണിൽ ചെയ്ത് തന്നെ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ എടുത്ത് തയ്ക്കുന്നുണ്ട്, കാരണം കളയാൻ പാടില്ല ഗൈസ്, നല്ല അടിപൊളി സാധനമില്ല ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെച്ച് നമ്മൾ തണുപ്പിച്ചൊന്നും എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളത് നല്ലോണം ഫേസിൽ പറ്റണം, കാരണം ഞാൻ നോക്കിയാണ് ചെയ്യണം ഗൈസ്, വേറെ ഒന്നുമില്ല. കണ്ണിൽ പോയി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണ് ഗൈസ്. അപ്പോൾ നമ്മൾ നോക്കി എല്ലാവരും പറഞ്ഞാൽ കാണണം. നമ്മൾ പുറത്ത് പോയി നമ്മളിങ്ങനെ വെയിലൊക്കെ കൊണ്ട് നമ്മൾ ആകെ കരിവാളിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയമായിരിക്കും. അപ്പോൾ നമ്മൾ രാത്രി നമ്മൾ കിടക്കുന്നതിന് മുന്നേ ചെയ്യേണ്ട നല്ല കാര്യങ്ങളാണ് ഗൈസ് ഇത്. അപ്പോൾ നമ്മൾ എല്ലായിടും നമ്മളുടെ മൂക്കിൻ്റെ ഭാഗത്തും കവിളിലും പിന്നെ നെറ്റിയിൽ, അപ്പോൾ നെറ്റിയിലത്തെയും എല്ലായിടത്തെയും കരിവളപ്പ് ഒക്കെ മാറാനായിട്ടാണ്. കാരണം നമ്മൾ കഴുത്തിൽ പരട്ടണത് നല്ലതാണ് ഗൈസ്, കഴുത്തിലും പിന്നെ കയ്യിലും എല്ലായിടത്തും പരട്ടുന്നത് നല്ലതാണ് ഗൈസ്. പക്ഷേ ഞാൻ അതിലൊന്നും പരട്ടിയില്ല, ഞാൻ മുഖത്ത് മാത്രമാണ്, ഫേസിൽ മാത്രമാണ് ചെയ്തിട്ടുള്ളൂ. കാരണം കഴുത്തിലൊക്കെ പിന്നെ ചെയ്യാൻ വിചാരിച്ചു. അങ്ങനെ ഗൈസ് നമ്മൾ മുഖമൊക്കെ നല്ലോണം ഉണങ്ങി. അപ്പോൾ നമ്മൾ അതിനിടയ്ക്ക് 1 ഗ്ലാസ് വെള്ളം കുടിച്ചു കഴിയുമ്പോൾ നല്ലതല്ലേ ഗൈസ്. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ കുടിച്ചു ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നല്ലോണം ഉണങ്ങി നമുക്കിനി ഫേസ് വാഷ് ചെയ്യാം ഗൈസ്. അപ്പോൾ നമ്മൾ നന്നായി ഉണങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ മുഖത്ത് ആദ്യം തന്നെ കുറച്ച് വെള്ളം എടുത്ത് ഇങ്ങനെ ഒപ്പി എല്ലാവരും ഇങ്ങനെ ആക്കണം. എന്നിട്ട് നമ്മൾ നമ്മൾ മുഖത്ത് തേച്ച ആ സാധനം തന്നെ കുറച്ചുകൂടി വെള്ളം തേച്ചിട്ട് നമ്മൾ നല്ലോണം ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. കാരണം നമ്മുടെ മുഖത്ത് പിന്നെയും അത് പിടിക്കാനായിട്ടാണ്. നല്ലോണം മസാജ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമ്മൾ മുഖത്ത് നമുക്ക് വാഷ് ചെയ്യാൻ ഗൈസ്. അങ്ങനെ വാഷ് ചെയ്ത് നമ്മൾ വീണ്ടും മുഖത്ത് ടവലോണ്ട് തുടച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ലാസ്റ്റ് നമ്മൾ ഐസ് ക്യൂബ് കൊണ്ട് ചെയ്യണം ഗൈസ്. എന്ത് ചെയ്താലും നമ്മൾ ലാസ്റ്റ് നമ്മൾ കിടക്കുന്നതിന് മുന്നേ ഐസ് ക്യൂബ് ചെയ്യണം നല്ലതാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഐസ് ക്യൂബ് കൊണ്ട് ഇങ്ങനെ നന്നായി ചെയ്തു. അപ്പോൾ നമ്മൾ ലാസ്റ്റ് നമ്മൾ ഐസ് ക്യൂബൊക്കെ തേച്ചു. അപ്പോൾ ഉള്ള ഐസ് ക്യൂബാണ്, അപ്പോൾ നമ്മളത് വെച്ച് ചെറുതായിട്ടൊന്ന് ചെയ്തു. അപ്പോൾ ലാസ്റ്റ് എല്ലാം ഐസ് തേച്ച് ഇനി നമ്മൾ കിടക്കാറായി ഗൈസ്. അപ്പോൾ നമ്മൾ കിടക്കുന്നതിന് മുന്നേ നമുക്കൊരു സിറം തേക്കാണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഇതാണ് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളിനി ലാസ്റ്റ് നമ്മൾ കിടക്കുന്നതിന് മുന്നേ പറ്റുന്നത് നൈറ്റ് സിറമാണ്. അതായത് നമ്മൾ രാത്രി പറ്റാനായിട്ടുള്ള കോഫിയുടെയാണ്. അപ്പോൾ എല്ലാ ദിവസവും രാത്രി നമ്മൾ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് പറ്റുന്നത് നല്ലതാണ്. നമ്മുടെ സ്കിന്നിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നന്നായിട്ട് ഗ്ലോ കിട്ടാനായിട്ടാണ്. അപ്പോൾ നമ്മൾ 4 സൈഡ് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്ത് കൊടുത്തിട്ട് നെറ്റിലും കവളിലും എല്ലായിടത്തും നന്നായിട്ട് മസാജ് ചെയ്യണം. പിന്നെ നമ്മൾ കഴുത്തിലും പറ്റണം, കാരണം കഴുത്തിലും സൈഡിലൊക്കെ ഉള്ള എല്ലാ കരിവാളിപ്പും നല്ലൊരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ടാണ് എല്ലാ ദിവസവും നമ്മൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ തന്നെ ഗൈസ് നമുക്ക് നല്ലോണം റിസൾട്ട് കിട്ടും, നല്ലൊരു ഗ്ലോ കിട്ടും ഗൈസ് നമ്മുടെ ഫേസിന് തന്നെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ.